ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2398. ഇന്ന് ജൂലൈ മാസം 25-ാം തീയതി 206-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശുവിന്റെ കരുണയെക്കുറിച്ച് തന്നെയാണ് ഇന്നും നമ്മളുടെ ധ്യാനം. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശു പങ്കുവച്ച നിർദ്ധയനായ ഭൃത്യന്റെ കഥയെ കൂട്ടുപിടിച്ചുകൊണ്ട്, എനിക്ക് ഇളച്ചു കിട്ടിയത് 10,000-ഓളം താലന്തുകളാണ്. ശരിയാണ്, അതിന്റെ ഒരു മൂല്യം ഞാൻ ഇതുവരെ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് എനിക്ക് തരാനുള്ള ആ കുറച്ച് നാണയങ്ങളെ 100 ദനാറ എന്നാണ് ഇവിടെ പറയുന്നത്. അവ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനെ മർദ്ദിച്ച് അവനോട് ശഠിക്കുകയാണ് തന്നു തീർക്കാനായിട്ട്. മറ്റുള്ളവർ എനിക്ക് കടപ്പെട്ടിരിക്കുന്നത് ഏതാനും നാണയങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. എന്നിട്ട് ഞാൻ അതിന്റെ കണക്ക് സൂക്ഷിച്ചാൽ ഇളച്ചു തന്ന ഉടയവൻ എന്നോട് എങ്ങനെയായിരിക്കാം പിന്നീട് പെരുമാറുക? വലിയ കടങ്ങൾ ഇളച്ചു കിട്ടിയ ആളാണ് അവനവനെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതാണ്. എണ്ണിയാലൊടുങ്ങാത്ത കടങ്ങൾ തമ്പുരാൻ ഇളച്ചു തന്നിട്ടുണ്ട്. വലിയ കടങ്ങൾ ഇളച്ചു കിട്ടിയവർ ചെറിയ കണക്കുകൾ സൂക്ഷിക്കാൻ പാടില്ല. അപരാധങ്ങൾ പൊറുക്കുക മാത്രമല്ലല്ലോ സത്യത്തിൽ ദൈവം ചെയ്യുന്നത്. പിന്നെ എത്രയോ ഇടർച്ചകളും തെറ്റുകളും അവിടുന്ന് കനിവോടെ മറച്ചു പിടിച്ചതുകൊണ്ടുകൂടിയാണ് ഞാനും ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും അവശേഷിക്കുന്നത്. അങ്ങനെ ഒരു കനിവ് മറ്റുള്ളവർക്ക് നൽകാൻ അതെന്നെ നിർബന്ധിക്കുന്നില്ലേ? അതൊരു കടപ്പാടും കൂടിയല്ലേ? അതൊരു കടമല്ലേ സത്യത്തിൽ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഇങ്ങനെ വചനമുണ്ട്: എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നതയെ ഞാൻ മറയ്ക്കുന്നുവെന്ന്. ദൈവം ആശ്വസിപ്പിക്കുകയാണ്. തമ്പുരാന്റെ മേലങ്കി കൊണ്ട് ആ മുറിവേറ്റവന്റെ, അപമാനിതനായവന്റെ നഗ്നതയെ മറയ്ക്കുമെന്ന്. കുറച്ചുകൂടി ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയാൽ മതി. നമുക്കും കടങ്ങളൊക്കെ ഇങ്ങനെ ഇളച്ചു കൊടുക്കാനായിട്ട്, ഭാരപ്പെട്ടവർക്ക്, പരിക്കേറ്റവർക്കൊക്കെ പൊറുതി കൊടുക്കാനായിട്ട് പറ്റും. അതിന് മറ്റൊരു വിചാരം അറിവില്ലായ്മയാണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അറിവില്ലായ്മ കൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഒരു കുഞ്ഞിന്റെ കുഞ്ഞു കുഞ്ഞു പാളിച്ചകൾ നമുക്ക് എളുപ്പം പൊറുക്കാനും ക്ഷമിക്കാനും കഴിയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു അനുഭവം മുതിർന്നവർക്ക് ലഭിക്കുന്നുമില്ല. അതിന്റെ ആവശ്യമില്ലെന്നാണ് നമ്മുടെ കണ്ടെത്തൽ. പക്ഷേ ഓർക്കണം, എല്ലാവർക്കും ഒരേ ബോധമോ പ്രകാശമോ ഒന്നുമല്ല. നമുക്ക് അജ്ഞാതമായ എന്തുമാത്രം കാര്യങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്നതും അവരെ നിയന്ത്രിക്കുന്നതുമൊക്കെ. മനുഷ്യന്റെ അകവും പുറവും ഒരുപോലെ അറിയുന്നു എന്നതാണ് ദൈവത്തിന്റെ ബലവും ദൈവത്തിന്റെ ദൗർബല്യവുമൊക്കെ. ആമേൻ.